പിടിക്കാവനെ. നിനക്കൊന്നും പറ്റില്ലല്ലോ മോളെ. പെണ്ണ അടിച്ചു പൊട്ടിച്ചത് മോളെ കരയല്ലേ മോളെ. റാസ്കൽ, ഇവരെ തൂക്കിയെടുത്ത് വണ്ടിയിലാക്കും. ഈ ഹോട്ടൽ മുഴുവൻ സെർച്ച് ചെയ്യണം. സർ, 5 ലക്ഷം. കമാൻ. കരയല്ലേ മോളെ. നീ എന്താടി കാണിച്ചത്? നിന്റെ അഹങ്കാരത്തിനുള്ളത് കിട്ടിയില്ലേ? മേലാൽ ദേവമ്മ പറയുന്ന അനുസരിച്ചോണം. കേട്ടോടി. ദേവമ്മേ, ഇവളെയും കൊണ്ട് കാർ കയറിക്കോ. ഞാൻ ദാ വരുന്നു. മോളെ വാ. മോളെ കരയണ്ട. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ എത്തിയേക്കാം. സർ, ഇവളടങ്ങിയോ? നിന്റെ കാർത്തിക്കും കൂട്ടരും പോയി. റൂം പോയി ഓടിക്കളഞ്ഞു. ഇവിടെ ഇനി ശാന്തം, സുഖം. നമുക്ക് കുറെ നേരം കൂടി ഇവിടെ ഇരുന്നാലോ? എന്തിന്? അല്ല, പ്രണയം പങ്കുവയ്ക്കാനേ. പ്രാണം പകുതി പറന്നു പോയ ജീവശവോ ഞാൻ. ശവത്തിനോടാണോ നിന്റെ പ്രണയം? എന്നെ ചെമ്പകമംഗലത്ത് കൊണ്ടുവന്ന് വിടണം ഇപ്പോ. വിടാം. പിന്നെ നിനക്ക് വല്ല മസാല ദോശയും വേണോ? എനിക്കൊന്നും വേണ്ട. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടാ മതി. ശരി, വാ പോവാം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഓർക്കണമായിരുന്നു. പ്രത്യേകിച്ച് ദേവമ്മ ഇവളെ വിട്ടത് ഒട്ടും ശരിയായില്ല. കോടതി നിയോഗിച്ച ഇവളുടെ കസ്റ്റോഡിയൻ ദേവമ്മയാ. ഇവൾ എന്തെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടിയ ദേവമ്മ ഉത്തരം പറയേണ്ടി വരും. ഇവളെ എന്തിനാ ദേവമ്മ വിട്ടത്? പറഞ്ഞിട്ട് കേൾക്കാതെ ഇവളുടെ തോന്നിയാസത്തിന് പോയതാ. തോന്നിയാസത്തിന് പോയാലേ ഇങ്ങനെ ഇരിക്കും. കേട്ടോടി, ഇവൾക്കൊരു എല്ല് കൂടുതലാ. മോനെ, നമ്മളിപ്പോ എങ്ങോട്ടാ? നമ്മളിപ്പോ നമ്മുടെ വീട്ടിലേക്ക്. എന്താ? മോൻ വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞേ. അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. കാറിലിരുന്ന് പറഞ്ഞാ പോരെ? പോരാ, പുറത്തിറങ്ങി എന്ന് സംസാരിക്കണം. സ്റ്റോപ്പ് ദേ. എന്താ അമ്മേ? മോനെ, ഞാനും ഇവളും ഇനി ചെമ്പകമംഗലത്തേക്കില്ല. എന്തുകൊണ്ട് വരുന്നില്ല? എനിക്ക് മനസ്സിലാവാത്ത ചോദ്യം. എന്നോട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് അമ്മയാ. അമ്മ വിളിക്കാതെ ഞാൻ ഇനി ചെമ്പകമംഗലത്തേക്കില്ല.
എന്താ അമ്മ ഇത്? ഒന്ന് ഇരുണ്ട് വെളുക്കുമ്പോ തീരുന്നതാണോ അമ്മയ്ക്ക് ചെമ്പകമംഗലമായിട്ടുള്ള ബന്ധം? എത്ര കൂട്ടിക്കിഴിച്ചു നോക്കിയിട്ടും എനിക്കൊരു കാര്യം മനസ്സിലായി കാർത്തി. ഞാൻ എല്ലാവർക്കും അന്യ. എല്ലാവർക്കും എന്ന വാക്ക് ഇപ്പൊ പിൻവലിച്ചോണം, അല്ലെങ്കിൽ ഈ കാർത്തിയുടെ സ്വഭാവം മാറും. ഞാൻ ഇന്ന് വരെ എന്റെ ദേവമ്മയോട് ഒരു ധിക്കാരവും പറഞ്ഞിട്ടില്ല, ഇനി പറയേയില്ല. സങ്കടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ അത് ധിക്കാരമായിട്ട് കരുതരുത്. ഇല്ല മോനെ, എന്റെ കാർത്തിയെ എനിക്കറിയില്ലേ. ഈ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന ഞാൻ ഏറെയും ഈ ലോകം കണ്ടത്. എന്റെ ദേവമ്മയോട് ഒട്ടി നിന്ന ഞാൻ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കണ്ടത്. സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു കടലോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ദേവമ്മയിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് എന്റെ കൂടെ വാ മീനാക്ഷി, വാ പോവാ. മോനെ, അമ്മേ, തടസ്സമൊന്നും പറയണ്ട, വെറുതെ എന്നെ വിഷമിപ്പിക്കല്ലേ. നീ ഈ അമ്മയെ സ്നേഹിക്കുന്നില്ലേ? എന്താ അതിന് സംശയമുണ്ടോ? ഞാൻ എന്റെ ഇനി അമ്മ അവിടെ വന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്? ആത്മഹത്യയല്ലേ മോനെ? വേണ്ട, അമ്മ വരണ്ട. പക്ഷേ അമ്മയെ ഇവിളെയും അങ്ങനെ പെരുവഴിയിൽ തള്ളിവിട്ടിട്ട് ഈ കാർത്തിക്ക് പോവില്ല. നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കാം. എവിടെ? മാധുരി ആന്റിയുടെ വീട്ടില്. എന്റെ അമ്മയുടെ വീട്ടിലോ? എന്റെ അമ്മയ്ക്ക് വേറെ വീടുണ്ടോ? നിന്റെ അമ്മയ്ക്ക് തറവാടുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെ ആരെയും നിന്നെ കാണിക്കാതിരുന്നത് നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കുറ്റം. നേരാണോ ACP പറയുന്നത്? ഈ പകല് പോലെ സത്യം. അവിടെ നിന്നെ കാത്തിപ്പോഴും ഒരു മനുഷ്യനിരിപ്പുണ്ട്. നിന്റെ മുത്തശ്ശൻ മാധവൻ നമ്പ്യാർ. ചെറുപ്പം മുതൽ നിന്റെ വഴികൾ തെറ്റായിരുന്നു. നീ ഒരിക്കലും നേർവഴിക്കല്ല സഞ്ചരിച്ചത്. തിരുത്താൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചതാ. പക്ഷേ നിന്റെ മുമ്പിൽ അത് വിലപ്പോയില്ല. തെറ്റ് ചെയ്ത് നീ തന്നെയാ. നന്ദിനിയുടെ ജീവിതം ഇല്ലാതാക്കിയത് നീ ഒറ്റ ഒരാളാ. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
ഇങ്ങനെ ഒരു ദുരന്തത്തിന് നീ ഇരയായത് നിന്റെ കുറ്റം കൊണ്ട് തന്നെയാ. അത് ദൈവശിക്ഷ തന്നെയാ. ആർക്കും തടയാനാവില്ല. ആരാ അത്? മോനെ കാർത്തി, എന്നെ ഇവിടുത്തെ അച്ഛൻ സ്വീകരിക്കോ മോനെ? അതെന്തൊരു ചോദ്യ ദൈവമേ. എല്ലാവരെക്കാളും ഇഷ്ടമാ മുത്തശ്ശന് ദൈവമേ, യാതൊരു സംശയവും വേണ്ട. അല്ല, ഇത് ആരൊക്കെയാ? കാർത്തിയും നന്ദിനിയല്ലേ? അവിടെ തന്നെ നിന്നിളഞ്ഞതെന്താ? കേറി വാ മക്കളെ. ദേ, തൊട്ടു മുമ്പ് നന്ദിനിയെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. വാ, കേറി വാ. അല്ലച്ച, ഞങ്ങളുടെ കൂടെ മറ്റൊരാളുകൂടി വന്നിട്ടുണ്ട്. അയാള് കാറിലിരിക്കുക. അതാരാ മറ്റൊരാള്? ഏതായാലും VIP ആയിരിക്കുമല്ലോ. അത് ആ കാറിൽ തന്നെ ഇരിക്കുന്നത്. ആ, എന്തായാലും ഹെഡ് വെയിറ്റ് ഒന്നും വേണ്ട. അയാളോട് ഇറങ്ങി വരാൻ പറയും. വാ മോളെ. വാ. ഇത് ആരാണെന്ന് മുത്തശ്ശന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിച്ചെന്റെ തല പോയിക്കാതെ നിങ്ങൾ തന്നെ പറ കാർത്തി. അച്ഛാ, ഇത് മീനാക്ഷി, ജയേട്ടന്റെ മാധുരയുടെ മകളാ. ഏ? മീനാക്ഷി അല്ലേ? അതെ. മോളെ നന്ദിനി, സുഖം തന്നെ അല്ലേ? അതെ അച്ഛാ. എന്തു സുഖമല്ലേ? വെറും ഔപചാരികമായ ചോദ്യമായിരുന്നു എന്റേത് അല്ലേ? നിന്നോട് ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് തന്നെ ആകെ ഒരു കുറ്റബോധം. എന്താ അച്ഛാ ഇത്? എനിക്ക് സുഖം തന്നെയാ. ഒരു ടെൻഷനും ഇല്ല, സമാധാനം മാത്രം. നീ അങ്ങനെ പറയൂ. അതാ നിന്റെ മനസ്സിന്റെ ഔന്നത്യം. നിന്റെ മനസ്സ് കാണാൻ പറ്റാതിരുന്നവർ നിർഭാഗ്യവാന്മാരാ. അച്ഛാ, ഇവിടെ മറ്റാരും ഇല്ലേ? ഉണ്ട്. എനിക്ക് ആഹാരമൊക്കെ വച്ചു തരാൻ ഒരു സഹായിയുണ്ട്.
ഞാൻ വിളിക്കാം. ജലജേ, സാറേ. ചായ എടുക്ക്. ശരി സാറേ. ചെമ്പകമംഗലത്ത് കൈമൾക്കും രാജലക്ഷ്മിക്കും ഒക്കെ സുഖം തന്നെ അല്ലേ മോളെ? സുഖാണ് അച്ഛാ. ഞാൻ കൊച്ചുമകളാണെന്ന് അറിഞ്ഞിട്ടും ഈ മുത്തശ്ശൻ എന്താ എന്നോട് ഇത്ര ഗൗരവം? ഈ സ്ത്രീയോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ അത്? ഇതിലേത് മരുന്നാ അമ്മ ഈ സമയത്ത് കഴിക്കുന്നേ? ഇതിലേതാണെന്ന് എനിക്കും അറിയില്ല മാലതി. നന്ദിനി എടുത്തു തരുന്നു, ഞാൻ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണല്ലോ പതിവ്. എന്നാലും അമ്മ ഇതൊന്ന് നോക്കിക്കേ. കളറും വലിപ്പമൊക്കെ കണ്ട അമ്മയ്ക്ക് ഏതൊന്നും അറിയില്ലേ? കളറ് കണ്ട് മരുന്ന് കഴിക്കാൻ പറ്റുമോ? നീ എന്ത് വിട്ടിത്തരമായി പറയുന്നേ? ഷടാ, ഇതിപ്പോ ആകെ ഗുലുമാലായല്ലോ. അമ്മയോട് മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു പോയല്ലോ. ചിലപ്പോ ഒരു പക്ഷേ സാവിത്രിജിക്ക് അറിയാൻ പറ്റും. ചോദിച്ചു നോക്കാം. ചേച്ചി, സാവിത്രിജി. മാലു, എന്താ മാലു? ഒന്ന് വേഗം വാ ചേച്ചി. ഞാൻ ദേ വരുന്നു. എന്താ എന്താ മാലു കിടന്ന് കയറ് പൊട്ടിക്കുന്നേ? കയറ് പൊട്ടിക്കാൻ എന്താ പശുവും മറ്റുമാണോ? എന്താ കാര്യം? ഈ സമയത്ത് നമ്മുടെ അമ്മ കഴിക്കുന്ന മരുന്ന് ഏതാ? ആഹാ, അതായിരുന്നോ കാര്യം? ഞാനിപ്പോ പറയാലോ. ഇതല്ല. എന്താ? അവള് അമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇതിലേതാണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ. അത് തന്നെ. അതിവിടെ കാണുമല്ലോ, നമുക്ക് നോക്കാം. നവാ നബടി. അവിടെ നോക്കിയേ. എനിക്കങ്ങ് നീ നോക്ക്. കാര്യം അവളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നവളാ, വലിയ സൂക്ഷിപ്പുകാരിയാ. പക്ഷേ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മാത്രം. നോക്ക്. ചേച്ചി, വ്യോഷാദിവടകം, വാസവാസവം, ഗുലുഗുലു തിക്തകം. ഇതേതോ ആയുർവേദ മരുന്നുകളാ. എന്റെ മാലതി, അവള് വെച്ചിരിക്കുന്ന ഒരു സാധനവും മാഷി ഇട്ടാ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചെമ്പകമംഗലത്തിന്റെ ഭരണം മൊത്തമായിട്ടും ചില്ലറയായിട്ടും അവളുടെ കയ്യിലായിരുന്നല്ലോ. ഇവിടുത്തെ ആധാരം വരെ അവളുടെ കയ്യിലായിരിക്കും. കരവടച്ച രസീത് അവളുടെ മടിയിലും കാണും. അമ്മയുടെ ഒരു വിശ്വസ്ത ഭക്ത. അവൾ ഇവിടെ എല്ലാം മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിട്ടാ പോയിരിക്കുന്നത്. കല്യാണത്തിന്റെ ആൽബം ഒന്ന് കാണണം, അത് നന്ദിനിയോട് ചോദിക്ക്. കാർത്തിക്കിന് ചോറ് കൊടുത്തിട്ടുള്ള ഫോട്ടോ കാണണം, അതും നന്ദിനിയോട് ചോദിക്ക്. എന്തിനും ഏതിനും നന്ദിനി, അമ്മയുടെ പുന്നാര പുത്രി. ഒടുവിൽ എന്ത് പറ്റി? അമ്മയെ പുറംകാലം കൊണ്ട് തൊഴിച്ചിട്ട് അവൾ അവളുടെ പാട്ടിന് പോയി. മതിയടി, അധികം അങ്ങ് വിളയല്ലേ. ചേച്ചി, ഒരു കുറിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതൊന്നും അല്ല ഞാൻ ഈ സമയത്ത് കഴിക്കുന്ന ഗുളിയ. ഇതല്ലേ?
നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണോ? എന്നാ പിന്നെ അമ്മ അവരെ ഇറക്കി വിട്ട എന്തിനാ? ഓ എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ സാവിത്രി പ്രശ്നം? അമ്മയ്ക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് നന്ദിനിയാണെന്ന് രാമേട്ടൻ അറിയാലോ. അറിയാം. ഇപ്പോ ഏത് മരുന്ന് എപ്പോ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല രാമേട്ടാ. അത്രയുള്ള പ്രശ്നം അത് ഞാൻ ഇപ്പൊ പരിഹരിച്ചു തരാം. അല്ല രാമേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ നന്ദിനി അടുത്ത് വിളിച്ചു ചോദിക്കാം. വേണ്ട, അവളെ വിളിക്കരുത്. അവളെ വിളിച്ചിട്ട് എനിക്കൊരു മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. അത് അടഞ്ഞൊരു അധ്യായമാ. അവക്ക് മുമ്പിൽ ഞാൻ വലിച്ചടച്ച വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു തന്നെ കിടക്കും. അതൊരിക്കലും തുറക്കപ്പെടില്ല.